ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു പെട്ടി പൊട്ടിച്ചാലോ? ഇന്ന് എന്താ നിങ്ങൾ എന്നെ ഗസ് ചെയ്യുക. ഇനി അതൊന്ന് വായിച്ചിട്ട് നോക്കട്ടെ. സുരേഷ് എന്നാണ് പോലീസ് ക്വാർട്ടേഴ്സ് നമ്പർ B59 ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ കൊറിയൽ സൈസ്, ഫ്രീ സൈസാണ്. കളറ് എന്നാണ് അങ്ങനെ ഒന്ന് ഓർഡർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്മുടെ മീഷോ മാമനാണ് ഞങ്ങൾക്ക് തന്നത് കേട്ടോ. മീഷോ മാമൻ എന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നിങ്ങൾ എന്താ സാധനം എന്ന് വിചാരിക്കില്ലേ? അത് തന്നെയാണ് ജേർണൽ കിറ്റ്. അപ്പോൾ ഇതിലെന്തൊക്കെയുള്ളത് നമുക്ക് നോക്കിയാലോ. വരും നോക്കാം. ആദ്യമായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു പാക്ക് വരുന്നുണ്ട്. ഇതിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് കവർ തുറക്കുമ്പോഴുള്ള സാറ്റിസ്ഫൈ ഇതിങ്ങനെ എല്ലാവരും വന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ ഓൾറെഡി ജേർണൽ ചെയ്തു കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടമുള്ള പോലെയാണ് ചെയ്തത്. ഇത് നമുക്ക് ഊരെടുക്കാൻ പറ്റും. വാവ് എന്ന് പറയുന്ന പോലെയാണ്. ഞാൻ ഗ്രീനാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഗ്രീൻ ആണെങ്കിൽ ഞങ്ങളിപ്പോൾ ചാപ്റ്റർ പോയിക്കൊണ്ടിരിക്കുന്നതും ഗ്രീനിൻ്റെയാണ്. ഓക്കെ, ഇതിലത്തെ ഞാനൊരു പേജ് വിട്ട് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് നെയിം എഴുതാനുള്ളത്. അതിൻ്റെ ഈ പേജിലാണ് മറുപേജിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ പേജ് വിട്ടിട്ട് പിന്നെ നമ്മൾ സെൻറ്റർ പേജ് എടുത്തു കഴിഞ്ഞാൽ അതിലും ഞാൻ ഒരു ഇത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളത് നോക്കാം. ഇതാണ് ഈ ബുക്കിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞു വരുന്നത് ഇതാണ്. ഇതെന്താണെന്ന് എനിക്ക് സംഭവം മനസ്സിലായില്ല. നോക്കുമ്പോൾ ഇത് കീറി, അത് കുഴപ്പമില്ല, നമുക്ക് കീറിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഹണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയും. പിന്നെ ഇത് നമുക്ക് ബാക്കിൽ കണ്ടോ ഇത്ര ലൈന്, ആ ലൈനിൽ കൂടെ ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇത് മാത്രമായിട്ട്. പിന്നെ അതിൻ്റെ വേറെ ഒന്നാണ് ഈ പിയർ വെച്ചിട്ടുള്ളത്. പിന്നെ ബട്ടർഫ്ലൈൻ്റെ, പിന്നെ നമ്മുടെ ആപ്പിൾ തന്നെയാണെന്ന് തോന്നണം. പിന്നെ ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് പിന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാം കണ്ടോ. അതിനുള്ള ലൈൻസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ നമ്മുടെ മീഷോ മാമൻ ഇത്രയും തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എല്ലാവരും മീഷോ മാമൻ തന്നെ പറഞ്ഞ് എന്നെയും ശീലിപ്പിച്ചു. ഇങ്ങനത്തെ എന്തോ പേര് ഫ്ലവർ ആയല്ലേ. പിന്നെ ഇതും അങ്ങനത്തെ ഒരു കാർഡാണ് കേട്ടോ. പിന്നെ പേടിക്കണ്ട, ഇങ്ങനത്തെ ഒന്നുണ്ട്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. ഇതിങ്ങനത്തെയും ഇത് നമുക്കിത് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഏതത്തെയെന്നല്ലേ, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു, അതിനെ ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ 2 എണ്ണമായി. പിന്നെ ഇങ്ങനത്തെയും ഈ ലീഫിൻ്റെയും, പിന്നെ ഇങ്ങനത്തെ ഒരു ഇതുപോലെ കുടയുന്നത്. പിന്നെ ഇതും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളിത് കണ്ടോ, നിങ്ങൾ ഈ സെൻറ്റർ പേജിലൊരു ഡിസൈൻ കണ്ടിട്ടുണ്ടാവും അല്ലേ? കാണിച്ചു തരാം. ഇതിലെ സെൻറ്റർ പേജ് എനിക്ക് ഇങ്ങനെ ഫോൺ കൈ പിടിച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ഡെക്കറേഷൻ ഇതിൻ്റെ സൈസിലായിരിക്കും. ഇത് കണ്ടോ അതിൻ്റെ ചുറ്റുമുള്ളതാണ്. ഞാൻ അതിനെ മാത്രം കട്ട് ചെയ്തെടുത്താണ്, അല്ല കയറിയെടുത്തതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മളെ വേറെ ഇതിൽ വരുന്നത്. നെക്സ്റ്റ് അത് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വേറെ ഒരു സാധനം എടുക്കാം. അത്രയില്ലല്ലോ. ഇതാണ് നമ്മുടെ കുറേ സാധനങ്ങൾ വരുന്ന എൻവലപ്പ് എന്നാണ്, എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല. കുറേ എണ്ണം തിരിച്ചും മറച്ചും ഒക്കെ ആയിരുന്നു. ഇത് ഒരു ടൈപ്പ് തന്നെ നമുക്ക് കുറേ നേരം കിട്ടുന്നുണ്ട്. അതും ഇങ്ങനെ പ്ലെയിനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെ നമ്മൾ പലതരം ഇങ്ങനെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് അത് മാറ്റി വെക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടേപ്പ് കാണിക്കാം.
ഇതൊരു ടൈപ്പാണ്, ഇത് മറ്റേ ഇങ്ങനത്തെയൊക്കെയുള്ളത്. ഇതിൽ നിന്നാണ് ആ ജേർണൽ ഞാൻ ചെയ്തെടുക്കാറ് കേട്ടോ. ഇനി മുതൽ ജേർണൽ വീഡിയോ കിട്ടും. ബായ് എന്ന് പറഞ്ഞ് ഞാൻ പോവും വിചാരിക്കേണ്ട. ഇനി എനിക്ക് അടുത്ത സാധനം എടുക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് 20 പീസസ് ആണ് കേട്ടോ. ഇതിന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതേപോലെ തന്നെ കുറേ ഉണ്ടാവുന്നു. ഓക്കെ, ഇതുമുണ്ട്. അതേപോലെ തന്നെ ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്. ഇങ്ങനത്തെ ഉണ്ട്. പിന്നെ മൊത്തം വരുന്നത് പിന്നെ ഇങ്ങനെ 2 എൻവലപ്പ് പോലെ ഇങ്ങനത്തെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് 4 സ്റ്റിക്കേഴ്സ്, അതും വെറൈറ്റി ആണ് കേട്ടോ. ഇത് 4 എണ്ണം ഇങ്ങനത്തെ ഒരു റഫ് പേപ്പർ പോലെ. പിന്നെ ഇതിങ്ങനത്തെ ഒരു കവായി സ്റ്റിക്കേഴ്സ് പോലെ ഇത് 4 എണ്ണം. സോറി, ഇതും കൂടെ എടുത്ത് പോയി. പിന്നെ ഇങ്ങനത്തെ ഒരു റഫ് പേപ്പർ പോലെ ഉള്ളൊരു സാധനങ്ങൾ, ഇത് 10 എണ്ണം ഉള്ളൂ കേട്ടോ, പേടിക്കണ്ട. ഇത് 10 എണ്ണം ഉള്ളൊരു റഫ് പേപ്പേഴ്സാണ് കണ്ടോ. ഇത്രയും റഫായിരിക്കും ഞാൻ വിചാരിച്ച പോലും നോക്കിയില്ല. ഇനി അടുത്തത് അതേപോലത്തെ റഫ് പേപ്പേഴ്സ്, അതിൻ്റെ ഇടയിൽ റഫ് പേപ്പേഴ്സ്. ഇനി ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ജേർണൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കട്ടെ. എൻ്റെ അടുക്കി വെക്കലും നിങ്ങളുടെ അടുക്കി വെക്കലും സെയിം ഒന്നും ആയിരിക്കില്ല കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുക്കി വെക്കാം. ഇതിപ്പോൾ എനിക്ക് ഒരു കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി, ഇനി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ അടുത്തത് മീഷോ മാമനാണ്. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കവായി സ്റ്റിക്കേഴ്സാണ് കേട്ടോ വെക്കുക. കവായി അല്ല, സാധാ സ്റ്റിക്കേഴ്സും. ഞാൻ എന്തിനാണെന്ന് അറിയോ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്ഥലം എടുത്തത് എന്ന് വെച്ചാൽ അവിടെ ഫുൾ ഓഫ് ദാറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നിരത്തിപ്പെടുത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ. ഇനി പെട്ടെന്ന് ചെയ്യണം. ഇനി നമ്മുടെ മീഷോ മാമൻ പിന്നെ ഈ രണ്ട് സാധനം ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതെടുക്കാം. മീഷോ മാമനല്ലേ തന്നത്, എൻ്റെ അച്ഛനാണോ തന്നത്, അതാണ് മീഷോ മാമൻ. പക്ഷെ എല്ലാവരും മീഷോ മാമൻ്റെ അടുത്ത് ഓർഡർ ചെയ്യും. പക്ഷെ എനിക്ക് അന്നൊരു ദിവസം ഞാൻ ഒരു കവായി സ്റ്റിക്കേഴ്സ് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. എന്തായാലും കുറേ പേരിന് ഒരു ഇതുണ്ടാവും. എന്ത് സീരിയസ് എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ചാനൽ തുടങ്ങിയാലേ അവർ ഇങ്ങനത്തെ ജേർണൽ സെറ്റ്സൊക്കെ വാങ്ങിക്കുള്ളൂ. പക്ഷേ ഇവിടെ അതേപോലെയൊന്നും അല്ല ഗൈസ്. ഇവിടെ എനിക്കിനി പാക്കൊക്കെ എടുത്ത് വെക്കണ്ടേ. അപ്പം ഞാൻ നിൽക്കേ പിന്നെ ഈ കവറിൽ ഈ പാക്കറ്റിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഇത് കയറിപ്പോയി. അപ്പം ഞാൻ നോക്കൂ, ഇത് ഞാൻ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത സൈഡും കുറച്ചും കൂടെ കയറി കൊടുക്കുന്നുണ്ട്. ആകുമ്പോൾ നമുക്ക് പിന്നെ വെക്കാൻ പറ്റും. ഇത് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ബാക്കിൽ വന്ന എൻ്റെ അമ്മയാണ് കേട്ടോ. എൻ്റെ അമ്മേനെ ഇതുവരെ കാണിക്കില്ല ഞാൻ. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞത് എന്നെ ഒന്നും കാണിക്കണ്ടാവും മതി, ഇനി എന്നെയും അച്ഛനെയും കാണിക്കണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ അനുസരിക്കുന്ന ഒരു കുട്ടിയല്ലേ, അപ്പോൾ കുട്ടികൾ അങ്ങനെ അനുസരിക്കണമല്ലോ. അപ്പോൾ അതിന് പറഞ്ഞിട്ട് ഞാൻ ശരി എന്തിനാണ് വെറുതെ അവരെന്നെ ബുദ്ധിമുട്ടിക്കാൻ പറയും. എന്നിട്ട് എന്തിനാ ബുദ്ധിമുട്ടിക്കണേ, അവർ പറയുന്നത് നമുക്ക് കേൾക്കാം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തിനാണെന്നറിയാം നിങ്ങളെ നോക്കി സംസാരിക്കാത്ത, എനിക്ക് നീ ഈ ജോലി ചെയ്യണ്ടേ, അങ്ങനെയും ഒരു ഉദ്ദേശം ഉണ്ടാവും. ആ ക്യൂട്ട് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ. ഇത് അടുത്ത് പോയി കാണിച്ചത് നിൽക്കുന്നത് കാണുന്നു.
ഇങ്ങനെയൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഉണ്ടാവും. അതിന് കുറച്ച് ബ്യൂട്ടിഫുൾ അങ്ങനെ പറയാം. ഈ ബട്ടർഫ്ലൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇപ്പോൾ ജേർണൽ സെറ്റ്സൊക്കെ നല്ല റിച്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നൽ. ജേർണൽ വീഡിയോസ് എന്ന് പറഞ്ഞാൽ തന്നെ കുറേ പേർക്ക് ഓർമ്മ വരുന്നത് ഒരേ ഒരു ജേർണൽ വീഡിയോ ആയിരിക്കും, അതും പുളോത്തി. ഇതിൽ ഞങ്ങളും കളിക്കാറുണ്ട് കേട്ടോ. എൻ്റെ മുകളിൽ 2 കുട്ടികളുണ്ട്, അവരും ഞങ്ങൾ 3 പേരുമാണ് കളിക്കാറുണ്ട്. പുളോത്തി കാണാത്തവർ പുളോത്തിന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ പുളോത്തിൽ 3 പേരുണ്ടാവും. അവരുടെ 3 പേരിൻ്റെ പേരാണ്, ഒരാൾ ശ്രീ, ഒരാൾ അഞ്ചി, ഒരാൾ ഷാമി. അതിൻ്റെ റിയൽ നെയിംസും നമുക്ക് അറിയണം. റിയൽ നെയിംസ് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. അഞ്ജിത, ഷാമിയ, പിന്നെ ശ്രീലക്ഷ്മി, ഇങ്ങനെ പറഞ്ഞാലും നമുക്ക് കിട്ടും. അതിലുള്ള ഒരു ജേർണൽ വീഡിയോ ഉണ്ട്. അതേപോലത്തെ ജേർണലായിരുന്നു നമുക്ക്. അതിലുള്ള ജേർണൽ കിറ്റാണ് ഇപ്പം ഞാൻ അൺബോക്സ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് വാങ്ങിക്കാനൊന്നും അത്ര പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അപ്പോൾ വാങ്ങിച്ചില്ല. ഇപ്പം കിട്ടി. എന്താന്നല്ലേ, എനിക്ക് കിട്ടി, എന്തായാലും കിട്ടി. ഇതുകൊണ്ട് എനിക്ക് ഞാൻ ഹാപ്പിയാണ്. പിന്നെ കുറേ ഇപ്പോൾ ഒന്നും ഞാൻ വീഡിയോസ് ഇടാറില്ല. കാരണം എന്താടോ, ഞാൻ പഴയ ഒരു ജേർണൽ ബുക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പുതിയതല്ലേ, പഴയത് മറ്റേ സാധാ ഞാൻ കാണിക്കാം. അത് എന്താ പറയുക, അത് പോയി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പം അത് കിട്ടി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ഇടാം. ഇതിപ്പോൾ ഷോർട്സ് ആകുമോ ഇനി വേറെ ലോങ് വീഡിയോ ആകുമോ എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് നോക്കാം അല്ലേ. ഞാൻ പിന്നെ ഇങ്ങനത്തെ ഞാൻ കാണിച്ചു തന്നു. ഇതെങ്ങനത്തെ പേപ്പേഴ്സിൻ്റെ ഇങ്ങനെ ഒരു പേപ്പേഴ്സിൻ്റെ എങ്ങനെയും അറിയില്ല. പിന്നെ ഈ ബുക്ക് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്യാം. ഈ ഫസ്റ്റ് അവർ മുമ്പത്തെ പേജ് ഇങ്ങനെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പേജ് എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റുക. എന്നിട്ട് അതിൻ്റെ ഇവിടെ ഇങ്ങനെ മടക്കാൻ പറ്റുന്നതുണ്ടാവും, അത് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും, ഇങ്ങനത്തെ കിട്ടും. ബാക്കിലും അതേപോലെ തന്നെ, ബാക്കിലും ഇതേപോലെ ആക്കി കൊടുത്തിട്ട് ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതിനൊന്ന് തട്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ നേരെ ആയിക്കോളും. അതോ കിട്ടിയ പോലത്തെ ബുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നേരെ ഒരു ടേപ്പ്, സിമ്പിളാണ്. ഇനി നമുക്ക് ഇവിടെ ഫൈനൽ റൗണ്ടിലോട്ട് പോവാം. ഇത്രയും ഞാൻ അപ്പോഴേക്കും നിങ്ങളുടെ സംസാരിച്ച് ഇത്രയും ഞാൻ ഇതാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി മീശോ മാമന് ബായ് പറയണ്ടേ. അപ്പോൾ മീശോ മാമനെ അടച്ചു വയ്ക്കാം. നല്ല രസമുണ്ട് ഈ മീശോ മാമ എന്നൊക്കെ പറയാൻ. പിന്നെ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ ടാറ്റാ ബൈ ബൈ, സീ യു.